സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിനെ നമ്മൾ ഒരു സെറ്റ് ഓഫ് ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷൻ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് എന്ത് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫിനകത്ത് എപ്പോഴും ഒരു ഫ്ലോ ഓഫ് സിഗ്നൽസ്, അതായത് ഒരു ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് സിഗ്നലിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, അപ്പം ഫ്ലോ ഓഫ് സിഗ്നൽസും റെപ്രസെൻ്റ് ചെയ്യും. അതേപോലെ തന്നെ ഓരോ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാമെന്നുള്ളത്. അതായത് ഒരു സെറ്റ് ഓഫ് ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷൻ എങ്ങനെയാണ് ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്താണ് എന്ത് y2 = 10y1, അതായത് അതൊരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു എന്താണ് ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷനാണ്. അപ്പോൾ അതിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. y2 = 10y1. ഇവിടെ നോക്കൂ, ഇതാണ് എന്താ അതിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. y2 = 10y1. അപ്പോൾ നമ്മളിവിടെ y1 എഴുതുക, ഇവിടെ എന്ത് ചെയ്തു y2 എഴുതി. അപ്പോൾ നമ്മളിതിനെ നമുക്ക് നോഡ് എന്നാണ് പറയുന്നത്. ഇതൊരു നോഡാണ്, ഇതെന്താണ് നോഡാണ്. നമുക്ക് എന്താ കിട്ടേണ്ടത്, ഈ 2 നോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ് ഒരു ബ്രാഞ്ച് വഴിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് y2 = 10y1 എന്നാണ്. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ബ്രാഞ്ചിന് മുകളിൽ നിങ്ങൾക്ക് വേണ്ട ഗെയിൻ എന്താണോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ട്രാൻസ്മിറ്റൻസ് എന്ന് പറയും, വേണ്ട ഗെയിൻ എന്ത് ചെയ്യുക നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക എഴുതുക. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ y2 = നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ ഉള്ള ഗെയിൻ ഇൻറ്റു ഇവിടുത്തെ വാരിയബിൾ എന്താണോ അതാണ് എന്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ y2 = നിങ്ങൾക്ക് എന്ത് കിട്ടും 10 × y1 എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. y3 = 2y1 - 3y2 എന്ന് കിട്ടണം. അപ്പോൾ y3 = 2y1 - 3y2. നോക്കൂ, ഇതാണ് നമ്മളുടെ y3. ഞാനൊരു നോഡായിട്ട് എടുത്തു. നമുക്ക് വേണ്ടതാണ് 2y1 - 3y2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ y1 എടുത്തു, 2y1 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഇൻറ്റു 2 കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ബ്രാഞ്ചിന് മുകളിൽ എന്ത് ചെയ്തു 2 എന്ന് കൊടുത്തു. -3y2 അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സിഗ്നൽ ഇവിടെ എന്ത് കൊടുക്കണം, നിങ്ങൾ -3 കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും -3 × y2, അതായത് y3 = നിങ്ങൾക്ക് എന്ത് കിട്ടും 2y1 - എന്ത് കിട്ടും 3y2. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുക നമ്മൾ ഒരു സെറ്റ് ഓഫ് ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് നോക്കുക, ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടേംസ് വരുന്നുണ്ട്. ഈ ടേംസ് മനസ്സിലാക്കിയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വെച്ച് നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന ടേം എന്ന് പറഞ്ഞാൽ നോഡാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ വാരിയബിൾ ഓർ സിഗ്നൽ. അപ്പോൾ നോക്കുക, ഇതിനകത്ത് ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. അപ്പോൾ ഇത് റെപ്രസെൻറ്റ്സ്, ഇതിപ്പോൾ ഒരു ഇൻപുട്ട് വാരിയബിൾ, ഇതൊരു ഔട്ട്പുട്ട് വാരിയബിളിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ y1 എന്ന് പറഞ്ഞ സിഗ്നൽ അല്ലെങ്കിൽ y2 എന്ന് പറഞ്ഞ സിഗ്നലിനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇതൊക്കെ എന്താണ് നോഡാണ്. ഇത് y1 നോഡാണ്, y2 നോഡാണ്, എന്ത് y3 നോഡാണ്. നമുക്ക് ഈ ഒരു വലിയൊരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എടുക്കാം. ഇതിൽ ഒരുപാട് സെറ്റ് ഓഫ് ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താണ്. സോ ഇതിനകത്ത് ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇത് നോഡാണ്, ഇത് നോഡാണ്, ഇത് നോഡാണ്, ഇതെല്ലാം എന്താണ് ഇതും നോഡാണ്. ഇതൊക്കെ എന്താണ് നോഡാണ്. ഇനി അടുത്തൊരു ടേം നോക്കാം, എന്താണ് ബ്രാഞ്ച്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 2 നോഡ്സ്. എയറോ ഓൺ ബ്രാഞ്ച് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് സിഗ്നൽ ഫ്ലോ ആൻഡ് ദ ഗെയിൻ ഓഫ് എ ബ്രാഞ്ച് ഈസ് ട്രാൻസ്മിറ്റൻസ്. അതായത് 2 നോഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റ് ആണെന്ത് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതെന്താണ് ബ്രാഞ്ചാണ്. അപ്പം ബ്രാഞ്ചിന് മുകളിൽ നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചിട്ടുണ്ടാവുക, ബ്രാഞ്ചിന് മുകളിൽ സിഗ്നലിൻ്റെ ഡയറക്ഷനും കാണിച്ചിട്ടുണ്ടാവും, അവിടെ തന്നെ എന്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും ഗെയിനും കാണിച്ചിട്ടുണ്ടാവും. അപ്പം ഗെയിൻ ഓഫ് ബ്രാഞ്ച് നമ്മൾ എന്ത് പറയും, ട്രാൻസ്മിറ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഇതൊരു ബ്രാഞ്ചാണ്. ഇപ്പോൾ ഈ കേസിലാണെങ്കിലോ ഇതൊരു ബ്രാഞ്ചാണ്, ഇതും എന്താണ് ഒരു ബ്രാഞ്ചാണ്. നമ്മളുടെ ഈ വലിയ എക്സാമ്പിളാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ ഇതൊരു ബ്രാഞ്ച്, ഇതൊരു ബ്രാഞ്ചാണ്, ഇതൊക്കെ എന്താണ് ബ്രാഞ്ച്. അതായത് 2 നോഡുകളെ കണ്ടു ചെയ്യുന്ന എല്ലാ ലൈൻ സെഗ്മെൻറ്റുകളും എന്താണ് ബ്രാഞ്ചാണ്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, സിഗ്നലിൻ്റെ ഡയറക്ഷനും ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും ഗെയിനും ഉണ്ടാവും. അടുത്ത
ടേം നോക്കാം. ഇൻപുട്ട് നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് നോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻപുട്ട് നോഡിന് എന്ത് മാത്രമേ ഉള്ളൂ? ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ y1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് നോഡാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. അതായത് ഔട്ട് ഗോയിങ്, ഇതിനകത്തേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. സിഗ്നൽ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. സോ ഇതെന്താണ്? ഒരു ഇൻപുട്ട് നോഡാണ്. ഇതുപോലെ വേറെ ഏതെങ്കിലും നോഡുണ്ടോ? ഇല്ല. ബാക്കി എല്ലാത്തിനും ഇപ്പോൾ ഈ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഇതിനിപ്പോൾ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഉണ്ട് അല്ലേ? ബാക്കി ഒരു നോഡും ഇതേപോലെ വരുന്നില്ല. ബാക്കി എല്ലാ നോഡിനും എന്തുണ്ട്? ഒന്നുകിൽ ഔട്ട് ഗോയിങ് അല്ലെങ്കിൽ ഇൻകമിങ് ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇതിന് മാത്രമേ എന്തുള്ളൂ? ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എന്താണ്? ഒരു ഇൻപുട്ട് നോഡാണ്. ഇനി അടുത്ത് നോക്കാം, എന്താണ് ഔട്ട്പുട്ട് നോഡ്? ഔട്ട്പുട്ട് നോഡ് ഇറ്റ് ഹാസ് ഓൺലി ഇൻകമിങ് ബ്രാഞ്ച്. അതായത് ഇൻകമിങ് ബ്രാഞ്ച് മാത്രമുള്ള നോഡ് നോക്കണം. അപ്പോൾ ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നോഡിന് എന്ത് മാത്രമേ ഉള്ളൂ? ഇൻകമിങ് ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. അവിടെ നോക്കൂ, സിഗ്നൽ ഡയറക്ഷൻ നോക്കൂ, ഇൻകമിങ് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതെന്താണ്? ഒരു ഔട്ട്പുട്ട് നോഡാണ്, വേറെ നോഡൊന്നുമില്ല. അപ്പം ഇതിനകത്ത് ഇതെന്താണ്? ഇൻപുട്ട് നോഡാണ്. കാരണം ഇതിനെന്താണ്? ഔട്ട് ഗോയിങ് ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ഇത് ഔട്ട്പുട്ട് നോഡാണ് ബിക്കോസ് ഇതിനെന്ത് മാത്രമേ ഉള്ളൂ? ഇൻകമിങ് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു നോഡ് കൂടി നോക്കുക, മിക്സഡ് നോഡ്. എന്താണ് മിക്സഡ് നോഡ് എന്ന് പറഞ്ഞാൽ? മിക്സഡ് നോഡിന് എന്തുണ്ടാവണം? ഇൻകമിങ് ബ്രാഞ്ചും ഔട്ട് ഗോയിങ് ബ്രാഞ്ചും ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിലുള്ള നോഡുകൾ നോക്കാം നമുക്ക്. ഈ y2 നോഡ് നോക്കൂ, ഇതിന് ഇവിടുന്ന് ഇൻകമിങ് നോഡും ഉണ്ട്, ഇൻകമിങ് ബ്രാഞ്ചും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ഔട്ട് ഗോയിങ് ബ്രാഞ്ചും ഉണ്ട്. ശരിയല്ലേ? ഇതാ ഇവിടുന്ന് ഇൻകമിങ് ഉണ്ട്, ഇവിടുന്ന് ഇൻകമിങ് ഉണ്ട്, ഇവിടുന്ന് ഔട്ട് ഗോയിങ് ഉണ്ട്, ഇവിടുന്ന് ഇൻകമിങ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഒരു മിക്സഡ് നോഡാണ്. ഇതും മിക്സഡ് നോഡാണ്. കാരണം ഇതിന് ഇൻകമിങ് ബ്രാഞ്ച് വരുന്നുണ്ട്, ഇതാ ഇൻകമിങ് ബ്രാഞ്ച് വരുന്നുണ്ട്, ഔട്ട് ഗോയിങ് ബ്രാഞ്ച് ഇവിടെ എന്താണ്? ഔട്ട് ഗോയിങ് ഉണ്ട്. സോ ഇതിന് ബോത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് വരുന്നുണ്ട്. y4 നോക്കിയാലോ, y4 മിക്സഡ് നോഡാണ്. കാരണം ഇവിടെ ഇൻകമിങ് വരുന്നുണ്ട്, ഔട്ട് ഗോയിങ് വരുന്നുണ്ട്, ഇൻകമിങ് വരുന്നുണ്ട്. y5 എന്താണ്? മിക്സഡ് നോഡാണ്. കാരണം ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും വരുന്നുണ്ട്. അപ്പം ഈ നോഡുകൾ y2, y3, y4, y5 ഈ നോഡുകളൊക്കെ എന്താണ്? മിക്സഡ് നോഡാണ്. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് നോഡാണ്. കാരണം എന്താണ്? ഇതിന് ഔട്ട് ഗോയിങ് ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. y6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് നോഡാണ്. കാരണം അതിന് ഇൻകമിങ് ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് 3 നോഡുകൾ: ഇൻപുട്ട് നോഡ്, ഔട്ട്പുട്ട് നോഡ്, മിക്സഡ് നോഡ്. ഓക്കെ, നമുക്ക് അടുത്ത ടേം നോക്കാം, ഫോർവേഡ് പാത്ത്. എന്താണ് ഫോർവേഡ് പാത്ത് നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് എ പാത്ത് ഫ്രം എൻ ഇൻപുട്ട് നോഡ് ടു ആൻ ഔട്ട്പുട്ട് നോഡ് ദാറ്റ് ഡസ് നോട്ട് ക്രോസ് എനി നോഡ് മോർ ദാൻ വൺസ്. അതായത് ഒരു ഇൻപുട്ട് നോഡിൽ നിന്ന് ഔട്ട്പുട്ട് നോഡിലേക്കുള്ള പാത്താണെന്ത്? ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നോഡിലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യാൻ പാടില്ല, ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ y1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നോഡും y6 എന്ന് പറഞ്ഞാലും എന്താണ്? ഔട്ട്പുട്ട് നോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുക, y1 y6ലേക്ക് എത്താനുള്ള പാത്ത് നോക്കൂ. y1 നേരെ y2 വന്നു, y3 വന്നു, y4 വന്നു, y5 വന്നു, y6 വന്നു. ഇതെന്താണ്? ഒരു ഫോർവേഡ് പാത്താണ്. കാരണം ഈ സിഗ്നൽ ഒരു നോഡിലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്യുന്നില്ല? കയറുന്നില്ല അല്ലേ? ഇവിടെ നോക്കിയാൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കയറുന്നു, ഒറ്റ പ്രാവശ്യം കയറിയിട്ടുള്ളൂ. ദാറ്റ് ഈസ് y1 നേരെ y2 വന്നു, y2 y3 വന്നു, y4 വന്നു, y5 വന്നു, y6. അപ്പോൾ ഇതെന്താണ്? ഒരു ഫോർവേഡ് പാത്താണ്. ഇനി സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ട് ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ലൂപ്പ് ഉണ്ട് എങ്കിൽ ഇതെന്താവില്ല? ഇതൊരു ഫോർവേഡ് പാത്തായി. നെക്സ്റ്റ് സിമ്പിൾ ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇങ്ങനെ എന്ത് എടുക്കില്ല? ഫോർവേഡ് പാത്തായി എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരു നോഡിൽ മോർ ദാൻ വൺസ് എന്താകാൻ പാടില്ല, നമ്മൾ കയറാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത നോക്കാം, ക്ലോസ്ഡ് പാത്ത്. ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതേ നോഡിൽ തന്നെ എന്ത് ചെയ്യണം? എൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ y2 എന്ന സിഗ്നൽ ഇവിടെ നോക്കൂ, y2 എന്ന നോഡ് നോക്കൂ, ഇവിടെ നിന്ന് ഒരു സിഗ്നൽ വരുന്നുണ്ട് അല്ലേ? എവിടെ എത്തി? y3 വന്നു, y3 നേരെ തിരിച്ചെന്ത് ചെയ്യും? വീണ്ടും എന്തിലേക്ക് വന്നു? y2ലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇതെന്താണ്? ഒരു ക്ലോസ്ഡ് പാത്താണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സിഗ്നൽ ഇവിടെ എത്തി, നേരെ തിരിച്ചെന്ത് ചെയ്യും? y2 തന്നെ എത്തി. ഇനി ഇത് നോക്കുക, y4 നോഡ് നോക്കുക, സിഗ്നൽ എവിടെ എത്തി? y5 നേരെ തിരിച്ചെന്തിലേക്ക് എത്തി? y4 ഇത് എന്താണ്? ഒരു ക്ലോസ്ഡ് പാത്താണ്. വേറൊരു ക്ലോസ്ഡ് പാത്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ നിന്ന് സിഗ്നൽ വന്നു, ഈ നോഡിൽ വന്നു, ഈ നോഡിൽ വന്നു, ഈ നോഡിൽ വന്നു, തിരിച്ച് വീണ്ടും എന്ത് ചെയ്ത്? ഈ നോഡിൽ. ഇത് എന്താണ്? ഒരു
ക്ലോസ്ഡ് പാത്ത് തന്നെയാണ്. ഇനി നോക്കുക അടുത്തൊരു ടേം നോക്കുക, ഇൻഡിവിജ്വൽ ലൂപ്പ്. ഇൻഡിവിജ്വൽ ലൂപ്പും ക്ലോസ്ഡ് പാത്തും എന്താണ് നോക്കുക അതിൻ്റെ ഡിഫറൻസ്. ഇൻഡിവിജ്വൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ക്ലോസ്ഡ് പാത്ത് തന്നെയാണ്. അപ്പോൾ ക്ലോസ്ഡ് പാത്ത് നമുക്കറിയാം, ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതേ നോഡ് തന്നെ എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം. അപ്പം ഇൻഡിവിജ്വൽ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ നോഡിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്താൻ പാടില്ല, കയറാൻ പാടില്ല. ഒരേ നോഡിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരേ നോഡിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്യാൻ പാടില്ല, സിഗ്നൽ ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നോക്കുക ഇതിനകത്ത് ഇത് മൂന്നും എന്ത് തന്നെയാണ്, ഇൻഡിവിജ്വൽ ലൂപ്പാണ്. ഇതൊരു ലൂപ്പാണ്. നമ്മൾ ആദ്യം പറഞ്ഞ Y2 വന്നു, Y3 വന്നു, വീണ്ടും റിട്ടേൺ ആയിട്ട് Y2 വന്നതും, Y4 വന്നു, Y5 വന്നു, വീണ്ടും എന്ത് Y4 ഇതും എന്താണ് ലൂപ്പാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് സിഗ്നൽ വരുന്നത് Y2 Y3 വന്നു, Y4 വന്നു, Y5 വന്നു, തിരിച്ചും എത്തി Y2 വന്നു. ഇത് മൂന്നും എന്ത് തന്നെയാണ്, ലൂപ്പ് തന്നെയാണ്. കാരണം ഈ സിഗ്നൽ ഇതിനകത്ത് ഒരു സിഗ്നൽ എന്ത് ചെയ്യുന്നില്ല, ഒരേ നോഡിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്യുന്നില്ല, ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മൂന്നും ഇതിൻ്റെ എന്താണ്, ഇൻഡിവിജ്വൽ ലൂപ്സ് ആണ്. നോക്കുക നോൺ ടച്ചിങ് ലൂപ്സ്. അത് നോൺ ടച്ചിങ് ലൂപ്സ് പറഞ്ഞാൽ രണ്ട് ലൂപ്പിലുള്ള നോഡുകൾ കോമൺ ആയിട്ട് വരാൻ പാടില്ല. അതായത് രണ്ട് ലൂപ്പിന് കോമൺ നോഡ്സ് വരാൻ പാടില്ല. അപ്പോൾ നോക്കുക ഇതിനകത്ത് നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ, ഉണ്ട്. ഇതും എന്താണ്, നോൺ ടച്ചിങ് ലൂപ്പാണ്. കാരണം ഈ ലൂപ്പിലുള്ള നോഡൊന്നും ഈ ലൂപ്പിലെ നോഡായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഇത് രണ്ടും ഇവിടെ എന്താണ്, നോൺ ടച്ചിങ് ലൂപ്സ് ആണ്. പക്ഷേ ഈ ലൂപ്പും നോൺ ടച്ചിങ് ആണോ, അല്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു നോഡിനെയും ഈ ഒരു നോഡിനൊക്കെ എന്താണ്, ഈ ലൂപ്പ് നോക്കുക, ഈ നോഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തല്ല, നോൺ ടച്ചിങ് ലൂപ്പ് അല്ല. ഇനി ഈ ലൂപ്പും നോൺ ടച്ചിങ് ആവുമോ, ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു നോഡിന് എന്താണ്, ഈ രണ്ട് ലൂപ്പും എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കോമൺ നോഡ് വരുന്നുണ്ട്. അപ്പം ഈ കേസിൽ ഈ രണ്ട് ലൂപ്പും, അതായത് ഈ ലൂപ്പും മാത്രമാണ് എന്തുള്ളത്, നോൺ ടച്ചിങ് ലൂപ്പ് ഉള്ളത്. അപ്പം ഇത്രയും ടേംസാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് മെയിനായിട്ട് എന്തിൽ വരുന്നത്, സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ കേസിൽ വരുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ മെത്തേഡിൽ എങ്ങനെയായിരുന്നു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിരുന്നത്, ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ റൂൾസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കറിയാം ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ എന്ന കുറച്ച് TDS മെത്തേഡാണ്. അതിൽ ഒരുപാട് റൂൾസുകളുണ്ട്. ആ റൂൾസ് വെച്ച് നമുക്ക് ബ്രാഞ്ച് പോയിൻ്റോ സമ്മിങ് പോയിൻ്റോ ഒക്കെ മൂവ് ചെയ്ത് ലൂപ്പുകളെ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയ അല്ലെങ്കിൽ കുറച്ച് TDS ആയ ഒരു ടാസ്ക്കാണ് ഇതിൽ വരുന്നത്, ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷനിൽ. അപ്പോൾ അതിനെ അപേക്ഷിച്ച് വളരെ സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഒരു മെത്തേഡ് ഉണ്ട് സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ. അതിന് നമ്മൾ പറയുന്നത് മാസൺസ് ഗെയിൻ ഫോർമുല എന്നാണ് പറയുന്നത്. അതായത് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് കണ്ടുപിടിച്ചത് SJ മാസൺ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഫോർമുലയാണ് എന്ത്, മാസൺസ് ഗെയിൻ ഫോർമുല എന്ന് പറഞ്ഞത്. അപ്പം ആ ഫോർമുല എന്താണ് ഇവിടെ നോക്കുക, ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ, അല്ലെങ്കിൽ മാസൺസ് ഗെയിൻ ഫോർമുല ഈസ് ഗിവൺ ബൈ T എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. T = 1/Δ സമ്മേഷൻ ഓവർ K Pk Δ K. ഇതാണെന്ത്, മാസൺസ് ഗെയിൻ ഫോർമുല. ഇപ്പോൾ മാസൺസ് ഗെയിൻ ഫോർമുലയിൽ നിങ്ങൾ നോക്കുക, ഇവിടെ K നിങ്ങൾ കാണാം, സമ്മേഷൻ ഓവർ K. ഈ K എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടോ അതാണ് Kൻ്റെ വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിളിൽ ഒരു ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലെത്താൻ ഒരു ഫോർവേഡ് പാത്ത് ഉള്ളെങ്കിൽ K = 1 ആണ്. ഒരു ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലെത്താനുള്ള ഫോർവേഡ് പാത്ത് 2 ഉണ്ടെങ്കിൽ എന്തായിരിക്കും, K = 2. ഇനി 3 ഫോർവേഡ് പാത്ത് ഉണ്ടെങ്കിൽ K = 3. അങ്ങനെയാണ് വരിക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 2 ഫോർവേഡ് പാത്ത് ആണെങ്കിൽ നമ്മളെ ഇക്വേഷൻ എന്തായി മാറും, 1/Δ P1 Δ1 + P2 Δ2. ഇനി നിങ്ങൾക്ക് 3 ഉണ്ടെങ്കിൽ എന്തായി മാറും, 1/Δ P1 Δ1 + P2 Δ2 + P3 Δ3. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, 1/Δ P1 Δ1 + P2 Δ2 + എക്സെട്ര എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ ടേംസുകളൊന്ന് നോക്കാം. എന്താണ് PK എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർവേഡ് പാത്ത് ഗെയിൻ ഓഫ് kth ഫോർവേഡ് പാത്ത്. അതായത്
ഫസ്റ്റ് നമ്മൾ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ആണെങ്കിൽ ആ ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ എന്താണെന്ന് നോക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ഒരു ഫോർവേഡ് പാത്ത്, അതായത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എത്താനുള്ള പാത്ത് ഏതായിരുന്നു? ഇതായിരുന്നു. അതായത് y1 y2 വന്നു, y3 വന്നു, y4 വന്നു, y5 വന്നു, y6 അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഫോർവേഡ് പാത്ത് ഗെയിൻ കണ്ടുപിടിക്കണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിന് മുകളിലുള്ള ഓരോ ഗെയിൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ 2 × 3 × 1 × 4 × 2 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഒരു ഫോർവേഡ് പാത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഫോർവേഡ് പാത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടുന്ന് ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഫോർവേഡ് പാത്ത് ഉണ്ട് എങ്കിൽ, ഇപ്പോൾ ഇത് ഫോർവേഡ് പാത്ത് അല്ല, ഇത് സിഗ്നൽ ഈ ഡയറക്ഷനിലേക്കാണ്. സപ്പോസ് ഇത് ഈ സിഗ്നൽ ഈ ഡയറക്ഷനിലേക്ക് ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? ഈ വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ഫോർവേഡ് പാത്ത് കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ 2 × ഇവിടുത്തെ ഗെയിൻ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു എന്ത് ചെയ്യുക? ഈ 2 ചെയ്യുക. പിന്നെ നോക്കാം അടുത്തത് എന്താണ്? ഡെൽറ്റ നോക്കാം. അപ്പോൾ ഡെൽറ്റയുടെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് ഗെയിൻ പ്രോഡക്ട്സ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് മൈനസ് സം ഓഫ് ഗെയിൻ പ്രോഡക്ട്സ് ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്സ് പ്ലസ് എക്സെട്ര. ഇവിടെ നോക്കുക, സൈൻ ശ്രദ്ധിക്കുക. 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ കഴിഞ്ഞാൽ അടുത്തെന്ത് വരണം? പ്ലസ് വരണം. അടുത്ത് തന്നെ എന്താ വരേണ്ടത്? മൈനസ്. വീണ്ടും എന്ത് വരണം? പ്ലസ്. ഇത് ആൾട്ടർനേറ്റ് ആയിട്ടാണ് പോവുക. 1 മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെയാണ് പോവുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡെൽറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ ലൂപ്പ് കാണുക. എത്ര ഇൻഡിവിജ്വൽ ലൂപ്പ് ഉണ്ട് നോക്കുക. ആ ഇൻഡിവിജ്വൽ ലൂപ്പിന് എന്ത് ചെയ്യുക? ഗെയിൻ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഗെയിനെല്ലാം കൂടി ആഡ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് എത്ര നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട് നോക്കുക. ആ നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ കോമ്പിനേഷൻസ് എടുക്കുക. അതിൻ്റെ ഗെയിൻ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് 3 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? ആ 3 നോൺ ടച്ചിങ് ലൂപ്സ് എടുക്കുക. അതിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുക. എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുക. പ്രോബ്ലംസ് നെക്സ്റ്റ് സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമുക്ക് കൂടുതൽ ഇത് മനസ്സിലാവും. ഇനി വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ, നേരത്തെ കേസിലാണെങ്കിൽ ഇപ്പം ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ലൂപ്പ്? ഞാൻ പറഞ്ഞു ഇതൊരു ലൂപ്പായിരുന്നു, ഇതൊരു ലൂപ്പായിരുന്നു, ഇത് എന്തായിരുന്നു? ഒരു ലൂപ്പായിരുന്നു. അപ്പം 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 3 × -2 ചെയ്യുക. ദാറ്റ് ഈസ് -6 പ്ലസ് എന്ത് ചെയ്യണം? 4 × -1. അപ്പം -4. അപ്പോൾ -6 -4 പ്ലസ് എന്ത് ചെയ്യണം? ഈ ഗെയിൻ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 3 × 1 × 4 × -3. അപ്പോൾ ഈ 3 ഗെയിനും എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് 3 എന്ത് ചെയ്യുക? സം ചെയ്യുക. ഇപ്പോൾ 2 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഗെയിനായ -6 ഇൻറ്റു എന്ത് ചെയ്യേണ്ടി വരും? -4 ചെയ്യേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ആ ലൂപ്പിൽ എവിടെയാണ് ഇക്വേഷൻ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ അടുത്തൊരു പ്രോബ്ലം സെക്ഷനിൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കി പോകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്ന ഒരു ഫെമിലിയർ ആക്കി വെക്കുക. ലാസ്റ്റ് വരുന്നൊരു ടേം നിങ്ങൾക്ക് ഡെൽറ്റ കെ. ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഫോർ ദാറ്റ് പാർട്ട് ഓഫ് ദ ഗ്രാഫ് വിച്ച് ഈസ് നോട്ട് ടച്ചിങ് ദ കേത്ത് ഫോർവേഡ് പാത്ത്. അതായത് നമുക്കൊരു ഫസ്റ്റ് ഫോർവേഡ് പാത്ത്, ഇപ്പോൾ ഒരു ഫോർവേഡ് പാത്ത് ഉള്ളെങ്കിൽ ആ ഒരു ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പ് ഉണ്ട് നോക്കുക. അങ്ങനെ ലൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 മൈനസ് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻ ഇടുക. 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫോർവേഡ് പാത്തിന് ഒരു ലൂപ്പ് മാത്രമേ ഉള്ളെങ്കിൽ ആ ലൂപ്പ് എടുത്താൽ മതി. ഇപ്പോൾ 2 പെയർ ഓഫ് നോൺ ടച്ച് ലൂപ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഡെൽറ്റ ആണ് ഫസ്റ്റ് ഫോർവേഡ്. രണ്ടാമത്തെ ഒരു ഫോർവേഡ് പാത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ രണ്ടാമത്തെ ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം? 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് ഗെയിൻ പ്രോഡക്ട്സ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് അങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മാസൺസ് ഗെയിൻ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഈ ഇക്വേഷനെ കുറിച്ച് മനസ്സിലാവും. അപ്പം ജസ്റ്റ് നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഇതിലുള്ള ടേംസുകൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. പ്രോബ്ലംസ് നമുക്ക് അടുത്ത സെക്ഷനിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം.